ബംഗളൂരുവിലെ ആൾക്കൂട്ടം ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫ്. മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ് ഇയാൾ. സംഭവത്തിൽ തീവ്ര ഹിന്ദുത്വ സംഘടനയിൽ ഉൾപ്പെടുന്ന 15 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച വൈകുന്നേരം 3 മണിയോടെ കുടുപ്പു ഭദ്രകല്ലൂട്ടി ക്ഷേത്രത്തിന് സമീപത്താണ് യുവാവ് ആക്രമണത്തിനിരയായത്. മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കുകയായിരുന്ന സംഘമാണ് ആക്രമിച്ചത്. സംഘത്തിലൊരാളായ ഓട്ടോ ഡ്രൈവർ സച്ചിൻ ഇയാളുമായി വാക്കുതർക്കത്തിലേർപ്പെടുകയും മർദ്ദിക്കുകയും ചെയ്തു. പിന്നാലെ മറ്റു പ്രതികളുമെത്തി ഇയാളെ ബാറ്റും മറ്റും ഉപയോഗിച്ച് മർദ്ദിച്ചു. നാട്ടുകാർ മർദ്ദനം തടയാൻ ശ്രമിച്ചെങ്കിലും പ്രതികൾ മർദ്ദനം തുടരുകയായിരുന്നു. അവസാനം ഇയാൾ കുഴഞ്ഞു വീണതോടെ പ്രതികൾ സ്ഥലം വിട്ടു. വൈകിട്ട് 5 മണിയോടെ സ്ഥലത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയതായി പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് യുവാവ് മർദ്ദനമേറ്റാണ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമായത്. ആന്തരിക രക്തസ്രാവമായിരുന്നു മരണകാരണം. ನಂತರ ನಾವು ವೆನ್ಲಾಕ್ ಹಾಸ್ಪಿಟಲಲ್ಲಿ ಬಾಡಿದು ಲೋಕಲ್ ಡಾಕ್ಟರ್ಸಿಂದ ಮುಖಾಂತರ ಒಂದು ಪೋಸ್ಟ್ಮಾರ್ಟಮ್ ಮಾಡಿಸಿದ್ದೀವಿ. ಪೋಸ್ಟ್ಮಾರ್ಟಮ್ ಸಮಯದಲ್ಲಿ ಅವ್ರಿಗೆ ಮೇಲೆ ಬಾಡಿ ಇಂಟರ್ನಲ್ ಅವ್ರಿಗೆ ಸಾಕಷ್ಟು ಕಡೆ ಪೆಟ್ಟು ಬಿದ್ದಿತ್ತು, ಸ್ಪೆಷಲಿ ಬ್ಯಾಕ್ ಸೈಡ್ ಮತ್ತು ಬಟಕ್ಸ್ ಮೇಲೆ. ಸೊ ಮತ್ತು ಕೆಲವು ಪ್ರೈವೇಟ್ ಪಾರ್ಟ್ಸಲ್ಲಿ ಕೂಡ ಇಂಜರಿ ಇತ್ತು. ಸೊ ನಂತರ ಬ್ಲಡ್ ಹೆಮರೇಜ್ ಆಯಿತು. ನಂತರ ಅವ್ರಿಗೆ ಶಾಕಿಂದ ಅವ್ರದ್ದು ಡೆತ್ ಆಗಿದೆ ಅಂತ ನಮಗೆ ಡಾಕ್ಟರ್ಸ್ ಪ್ರಿಲಿಮಿನರಿ ಮಾಹಿತಿ ಕೊಟ್ಟಿದ್ದರು. തുടർന്ന് CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവർ ഡാറ്റയും ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് 25ലധികം പ്രതികളുള്ളതായി കണ്ടെത്തിയത്. കുടുപ്പുവിലെ തീവ്ര ഹിന്ദു ക്ലബ് സാമ്രാട്ട് കേസിലെ 15 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവാവിനെ തല്ലിക്കൊന്ന ശേഷം ദേശവിരുദ്ധനാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും BJPയുമായും ബജ്രംഗ്ദളുമായും ബന്ധമുള്ള പ്രതികളെ രക്ഷിക്കാൻ സംഘപരിവാറും പോലീസും ചേർന്ന് ശ്രമിക്കുകയാണെന്നും CPIM ജില്ലാ സെക്രട്ടറി മുനീർ കാട്ടിപ്പള്ള പറഞ്ഞു. കൈരളി ന്യൂസ്, മംഗളൂരു.